ഹായ് ഗായ്സ്, അങ്ങനെ ഒത്തിരി വെയിറ്റ് ചെയ്ത് കങ്കുവയുടെ ടീസർ റിലീസ് ചെയ്തേക്കാണ്. അപ്പം സൂര്യനെ ഇപ്പോൾ ഒരുപാട് നാളായി ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട്. അപ്പം സൂര്യ ഇനി ബിഗ് സ്ക്രീനിൽ വരുന്ന അടുത്ത സിനിമയാണ് കങ്കുവ. സോ നമുക്ക് ഇതിൻ്റെ ടീസർ നോക്കാം, എന്താണ് ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കങ്കുവയുടെ ടീസർ. ബ്രേസ് യുവർ സെൽഫ് ഫോർ കങ്കുവ വേൾഡ്. ഓക്കെ, ഇതില് ഭയങ്കര വിഷ്വൽ എക്സ്പീരിയൻസ് കൂടുതലുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. ഇപ്പം എത്രയാ, ഒരു 6 സെക്കൻഡിനുള്ള തന്നെ ഒത്തിരി കളേഴ്സ്, അതും ഡാർക്ക് ആയിട്ടുള്ള ഒരു ടീസറിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, റെഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സിങ്ക്രണൈസിങ് ആയിട്ടുള്ള പല ആക്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ ട്രെയിലറിൽ ഡാർക്ക് ആയിട്ടുള്ള ട്രെയിലറാണ്, എന്നുവെച്ചാൽ ഡാർക്ക് ആയിട്ടുള്ള ആംബിയൻസ് ആണ്. ഇതിൽ റെഡ് കളറ്, അതുപോലെ അതേ ഇപ്പോൾ ബ്ലൂ കളറ്, ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് വരുമ്പോൾ ഭയങ്കര വൈബ്രന്റ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടൈപ്പ് ഫീലിംഗ് തോന്നുന്നത്. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ അസാധ്യമായിരിക്കും തോന്നും. അതുപോലെ കുതിരയൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്ക് പൈററ്റ്സ് ഓഫ് കരീബിയൻ അതുപോലെ അതൊക്കെ പോലെ തോന്നുന്നു. കുറേ റെഫറൻസുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു ബേസിക്കലി ഒരു വാറാണെന്ന് തോന്നുന്നു, പല ഗോത്രങ്ങളും തമ്മിൽ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഇതിലൊരു വരുന്നൊരു സീനുണ്ട്, അത് സൂപ്പറാണത്. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഫൈനൽ കറേജ്. സൂര്യ വന്നു. സൂര്യയുടെ ഗെറ്റപ്പ് അടിപൊളിയാണ്, നൈസ്. ഇതില് ബോബി ഡിയോൾ വരുന്നൊരു സീനുണ്ട്. അതില് ബോബി ഡിയോളില് വന്ന ഒരു സീൻ ഭയങ്കര സൂപ്പറാണ്. എനിക്ക് അവതാറിന്റെ ഒക്കെ ഒരു റെഫറൻസ് തോന്നി. അതിന്റെ കൂടെ മഞ്ഞ കളറിലാണ് അതിന്റെ ആളുകളുടെ മേത്ത് മൊത്തം തേച്ചേക്കണം. അപ്പോൾ സൂപ്പറാണ്. എനിക്ക് നമ്മുടെ അവതാറ്, അതുപോലെ മലക്കോട്ടെ വാലിബനിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് അതൊക്കെയാണ് ഫീൽ ചെയ്തത് ശരിക്കും ബോബി ഡിയോളിനെ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് സൂര്യ ഇപ്പോൾ കുതിരപ്പുറത്ത് വരുന്നു. സൂപ്പർ സൂപ്പർ. ഇതിലെല്ലാം ഭയങ്കര സിങ്ക്രണൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര മാസ്സായിട്ടുള്ള ഒരു സിനിമയാന്ന് തോന്നുന്നു. സൂര്യ പിന്നെയും വാളൊക്കെ ആയിട്ട് വന്നേക്കാണ്. പെരുമാച്ചി ആരാണ്? പെരുമാച്ചി നായികയാണോ? ഓക്കെ, അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ എനിക്കിതിൽ 7ാം അറിവ് സിനിമയിൽ സൂര്യ ഒരു കുതിരപ്പുറത്തൊക്കെ വരുന്നുണ്ടായിരുന്നില്ലേ, ആ ഒരു റെഫറൻസ് തോന്നി. ഇനിയിപ്പോൾ കങ്കുയില് സൂര്യ ഇങ്ങനെ തന്നെയാണോ സിനിമ മൊത്തം, അതോ സൂര്യയുടെ പല സിനിമകളിലും 2 ഗെറ്റപ്പുകളിൽ പുള്ളി വരാറുണ്ട്. ഇപ്പോൾ ഗജനിയിലായാലും സിലനൊരു കാതലിലായാലും, പിന്നെ സൂര്യയുടെ ഫേമസ് മൂവികൾ 7ാം അറിവായാലും, മറ്റേ 24 ആയാലും, മാട്രാനായാലും പുള്ളി പല പല ഗെറ്റപ്പുകളാണ്. ആദ്യം ഇന്റർവെല്ലിന് മുന്നേ ഒരു ഗെറ്റപ്പ്, ഇന്റർവെല്ല് കഴിഞ്ഞൊരു ഗെറ്റപ്പ്, അങ്ങനെയാണ്. അപ്പൊ ഇതിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെയാണോ നോക്കട്ടെ, സിനിമ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പുള്ളി ഇനി ഈ സിനിമയിൽ ഇനി 2 ഗെറ്റപ്പ്, ഇനി ഇന്റർവെല്ല് കഴിയുമ്പോൾ ഇപ്പോഴത്തെ സൂര്യ പഴയ സൂര്യയുടെ കാലഘട്ടം ഓർമ്മിച്ചിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് യുദ്ധം ചെയ്ത് ബോബി ഡിയോൾ പുനർജനിച്ചിട്ട് അങ്ങനെ വല്ല ആണോ നമുക്ക് അറിയില്ല. കാരണം മിക്ക സിനിമയിൽ അങ്ങനെയാണ്. നമുക്ക് നോക്കാം. വേറെ ഒന്നും കാണിച്ചിട്ടില്ല. വേറെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബോബി ഡിയോൾ സൂര്യൻ ഫ്രണ്ട്സ് ആണോ അതോ എനിമീസ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കണോണ്ട് ചിലപ്പോൾ എനിമീസ് ആവാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുന്നു. 3Dയിലൊക്കെ സിനിമ റിലീസ് ഉണ്ട്. ഇതിൽ പിന്നെ വേറെ ദേവി ശ്രീപ്രസാദ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ വേറെ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഒന്നും ഞാൻ കണ്ടില്ല ടീച്ചറിൽ. ഇപ്പോൾ വരുമായിരിക്കും. ഇപ്പൊ മെയിനായിട്ട് ടീച്ചർ ഫോക്കസ് ചെയ്തേക്കണം, ഒന്ന് നല്ല സ്കെയില്, ഭയങ്കര സ്കെയില്, ഒത്തിരി ആളുകളുടെ ഒരു വലിയൊരു മാസ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രഫി സെറ്റപ്പിൽ നല്ല വൈബ്രന്റ് കളേഴ്സ് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൂര്യ, ഓഫ് കോഴ്സ് സൂര്യ. സോ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ടീച്ചറിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നോക്കാം ഈ സിനിമ എങ്ങനെയായിരിക്കും. എന്തായാലും സൂര്യ റോളക്സിനൊക്കെ ശേഷം വരുന്ന ഭയങ്കര മാസ്സായിട്ടുള്ള ക്ലാസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ടീസർ കണ്ടിട്ട്. അപ്പം അതാണ് എനിക്ക് കങ്കുവ ടീച്ചറിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് ഞാൻ ഇതിൽ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.